സുഹൃത്തുക്കളെ എല്ലാവർക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനലുകളിൽ ചർച്ചകൾ സജീവമായാണ് നടക്കുന്നത്. ചാനലുകളിൽ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട്. അത് എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ന്യായീകരണവുമായിട്ട് CPM ഇതുപോലെ ഇത്രയും അപാരമായ തൊലിക്കെട്ടിയുള്ള മനുഷ്യർ വളരെ കുറവാണ്. അത് പറയുന്നത് പച്ചയായിട്ട് പറയും, ഇവർക്കൊന്നും ഒരു ലജ്ജയില്ലല്ലോ എന്നാണ്. ചിലർ വന്നിരുന്ന് വലിയ നേതാക്കന്മാരാണ് പറയുന്നത്. എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം എന്ന് പറയുന്നത് എങ്ങനെ? ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമില്ല, 50 സീറ്റുണ്ട്. 51 സീറ്റുള്ള കക്ഷിക്ക് ഭരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഡീൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡീലുകളാണെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒക്കെ അറിയാം. പാലക്കാട് മുനിസിപ്പാലിറ്റി, അവിടെയും BJPക്ക് ഭൂരിപക്ഷമില്ല ഒറ്റയ്ക്ക് ഭരിക്കാൻ. അപ്പോൾ അവിടുത്തെ ഭരണകക്ഷിയായിരുന്നു BJP. അവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ആരുടെ കഴിവ് കൊണ്ടാണ് അവിടെ BJP പരാജയപ്പെടാൻ കാരണം? അതുപോലെ തിരുവനന്തപുരത്ത് ആരുടെ കഴിവ് കൊണ്ടാണ് BJP അധികാരത്തിൽ വരാൻ പോകുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്നിട്ട് ന്യായീകരിക്കുകയാണ് വന്നിരുന്നത്. പിന്നെ CPM എന്ന് പറയുന്ന എന്തോ സംഭവമാണ്. അങ്ങനെയൊന്നും അല്ല. അതായത് നേതാക്കന്മാരും ഈ ചാനൽ അവതരിപ്പിക്കുന്ന CPM അനുഭാവികളും കുറച്ചെല്ലാം സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ജനങ്ങൾ ഇത് കാണയില്ലേ? 2 ചാനലുകളുണ്ട്. ഒരു പയ്യൻ നടത്തുന്ന ഒരു ചാനലും പിന്നെ വേറൊരു മുടി വളർത്തിയ ഒരാള് നടത്തുന്ന ചാനൽ. 2 CPMന്റെ ആളിലാണ്. വന്നിരുന്ന് അങ്ങ് പറയാണ്, എന്തെങ്കിലുമൊക്കെ പറയണം. അതായത് ഇലക്ഷന് മുമ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി, അതായത് 700-800 ഗ്രാമപഞ്ചായത്തിൽ പിടിക്കും, കോർപ്പറേഷൻ എല്ലാം പിടിക്കും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരെണ്ണ UDFന് കിട്ടൂല, ഗ്രാമപഞ്ചായത്ത് മൊത്തം അങ്ങനെ, ജില്ലാ പഞ്ചായത്ത് മൊത്തം അങ്ങനെ പറഞ്ഞ് പ്രവചനം നടത്തി എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം UDF എല്ലാ മേഖലകളിലും ആധിപത്യമായി എന്ന് കണ്ടിട്ട് വീണ്ടും പറയാണ് അതങ്ങനെയല്ല, ഇങ്ങനെയാണ്. BJP ആയിട്ട് അവർ ഡീലുണ്ടാക്കി. BJP ആയിട്ട് ഡീലുണ്ടാക്കിയെങ്കിൽ 4 കോർപ്പറേഷൻ എങ്ങനെയാണ് പിന്നെ നമ്മുടെ UDFന് എങ്ങനെയാണ് ഭരിക്കാൻ നോക്കുന്നത്? 4 എണ്ണം. ഒരെണ്ണം തന്നെ കിട്ടിയത് എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് കിട്ടിയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സുകാരും പിന്നെ CPM കൂടെ ഒന്നിച്ചിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. അപ്പൊ അതിന് തയ്യാറല്ല. ഇപ്പൊ വേണമെങ്കിലും ഈ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് BJP അകറ്റി നിർത്താനൊക്കും. പക്ഷേ അതിൽ അന്തർധാരയുണ്ട്, അതിൽ അന്തർനാടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇപ്പൊ പറഞ്ഞത്, സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത്, അങ്ങനെ ഒരു പരിപാടിയില്ല. അങ്ങനെ അതേസമയം പിന്നെ മലപ്പുറത്താണോ വേറെ ഏത്, പാലക്കാടാണോ? അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് തരാം. അവിടെ CPM-ഉം കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെ മുന്നണി ഉണ്ടാക്കി. അപ്പോ അതിന് കുഴപ്പമില്ല. അപ്പൊ കോൺഗ്രസുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കുകയില്ല എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടാക്കി പിന്നെ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയത്, ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോ ഏത് രീതിയിലും ഏത് ചെകുത്താനുമായിട്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഏത് ചെകുത്താനെയും അവർ ഏത് ചെകുത്താനുമായിട്ട് കൂടും. അതിനിപ്പോ ഇന്നായിരുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാഷ് നേരത്തെ പറഞ്ഞതാണ്, RSSുമായിട്ടും BJPയുമായിട്ടും ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അതിനെന്തിനു മറച്ചു വെക്കണം? അങ്ങനെ ചർച്ച നടന്നതും എല്ലാവർക്കും അറിയാവുന്നല്ലോ. അതേ പറഞ്ഞ. അപ്പൊ എന്നിട്ട് വീണ്ടും ചാനലുകാർ ചോദിക്കുന്നത്, അത് പറഞ്ഞാൽ അത് മോശമാവൂലേ, അതിവിടെ പ്രശ്നങ്ങളാവൂലേ? എന്തിനു പ്രശ്നം? സത്യം പറയുന്നതിന് പ്രശ്നം എന്ത്? പിറ്റെന്ന് അടിച്ചു മാറിയില്ലേ? അപ്പൊ ഇവർ പറയുന്നതിനൊന്നും ഒരു വാക്കിനൊന്നും യാതൊരു വിലയില്ലാത്തവരാണ്. ഇപ്പോ EMS നമ്പൂതിരിപ്പാടിന്റെ പഞ്ചായത്ത്, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം, അവിടെ തന്നെ ഇപ്പൊ UDF ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോ മൊത്തത്തില് ഭരണ വിരുദ്ധത എല്ലാ രംഗത്തും പ്രകടനമാണ്. ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷന് പോകാൻ കാരണം. അതുകൊണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ മേയർ കറക്റ്റ് അല്ലായിരുന്നു. ആ പെൺകുട്ടി പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യമായ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ശ്രമിക്കുന്നതിന് പകരം ഈ സ്വന്തം താല്പര്യങ്ങൾ മാത്രം
അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പരാജയം ഉണ്ടാവും. അപ്പോൾ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ നോക്കുമെങ്കിലും അങ്ങനെയല്ല. കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ നോക്കും. പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ നോക്കില്ല. കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും, എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ നോക്കില്ല. കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പറയുന്ന വാക്കുകൾക്ക് ഒരു വില വേണം, ഒരു വില നിലവാരം ഉണ്ടാവണം. നമ്മുടെ സംസാരത്തിന് നിലവാരം ഉണ്ടാവണം. ഇപ്പൊ ചാനലിലൊക്കെ വന്നിരുന്ന അങ്ങ് പറയണം, എന്തെങ്കിലും അങ്ങ് പറയണം. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും പിന്നെ UDFുമായിട്ട് കോൺഗ്രസുമായിട്ട് ഡീലുണ്ടാക്കി കോൺഗ്രസിന് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി BJP വർക്ക് ചെയ്യും. കഴിഞ്ഞതിന് 10 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കോൺഗ്രസിന് 20 സീറ്റായി. പിന്നെ ഒരൊറ്റ കോർപ്പറേഷൻ കണ്ണൂർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് 4 കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇത് BJPക്കാരെല്ലാം വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന. ഇത് പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരു സുഖം കിട്ടണ്ടേ ഇത് പറയുന്നതിന്? അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പറയുന്ന, അതായത് നമുക്ക് നടന്ന സംഭവം പോലെ പറയുന്നതിന് എന്തിന് വിഷമിക്കണം? എന്തിന് നിങ്ങൾ ഭയക്കുന്നത് ആരെയാണ്? നേതൃത്വത്തെ. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഏത് പാർട്ടിയിൽ ഇരുന്നാലും സത്യം പോലെ പറയണം. ജയം ഞങ്ങൾക്ക് ആളുകൾ വോട്ട് ചെയ്തില്ല, ഞങ്ങളുടെ ഭരണത്തിൽ ആളുകൾക്ക് തൃപ്തി ഇല്ലാതായി, അതുകൊണ്ട് വോട്ട് ചെയ്തില്ല. അത് തന്നെ അതിന്റെ ചുരുക്കം. അതിന് വേറെ പിന്നെ ശതമാന കണക്കും ഇത്ര വോട്ട് കിട്ടി അതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കംപ്ലീറ്റ് ഭരിക്കുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഭരിക്കുന്ന എത്രയോ വർഷങ്ങളായി ഇടതുപക്ഷമാണ്. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് കൊടുത്തത് തന്നെ. ആരാണ് കൊണ്ടുവന്ന് കൊടുത്തത്? ഇടതുപക്ഷം തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഇനി ഇടതുപക്ഷക്കാരാണ് വോട്ട് തിരിച്ചു മറിച്ച് കൊടുത്തതാണെന്ന് എങ്ങനെ അറിയാമോ? അതിനാണ് ഇപ്പൊ UDFിനെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. നമ്മൾ കണ്ടാണ് തൃശ്ശൂർ BJPക്ക് ഇന്ന് വരെ ഒരു ലോക്സഭാ സീറ്റ് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് സുരക്ഷിക്കുക, അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ്, ഇടതുപക്ഷ ഭരണാധികാരികൾ, ഇടതുപക്ഷത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്, DGP, ADGP ഇവരെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ ഇനി ഈ ഡീലുകളെല്ലാം നടത്തുന്നത് അവരാണ്, എന്നിട്ട് പറയുന്നത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പോലെ ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ വന്നിരുന്ന ഈ ചാനൽ പറയുമ്പോൾ നിങ്ങളെപ്പറ്റി പുച്ഛമാണ് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ കുറെ പേരെടുത്ത് സംസാരിച്ചു, സഖാക്കളുടെ അടുത്തായിരുന്നാലും ശരി, സാധാരണക്കാരനായിരുന്നാലും, രാഷ്ട്രീയം ഇല്ലാത്തവരടുത്തും UDFകാരടുത്തും ഒക്കെ സംസാരിച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇത് വെറും ആളുകളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ്. വെറുപ്പും പിന്നെ പുച്ഛവും തോന്നും ഇങ്ങനെയുള്ള പാർട്ടിയുടെ അടുത്ത്. അതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. സാധാരണ ജനങ്ങളോടാണ് പിന്നെ ബാക്കിയുള്ള പാർട്ടിക്കാർ ചോദിക്കുന്നത്, അവർക്ക് മറുപടി കൊടുത്താലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ സഖാക്കൾ ഇങ്ങനെ വന്നു നിന്ന് പിന്നെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അതുപോലെ ഈ ചാനൽ നടത്തുന്നവര്, ഈ ഇപ്പൊ എത്രയോ ചാനലുകൾ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ചാനൽ നടത്തുന്ന പറയുന്നത് സംഘികളും കൃസംഘികളുമാണ്. അവരാണ് ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം. പിന്നെ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനലുകളുണ്ട്, UDFിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനലുകളുണ്ട്. പക്ഷേ ജയവും തോൽവിയും എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഉള്ളതാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ജയിക്കാൻ ഒക്കില്ലല്ലോ. ആരെങ്കിലും തോറ്റു കൊടുത്താലല്ലേ പിന്നെ ഒരാളിനെ ജയിക്കാൻ ഒക്കുള്ളൂ. എല്ലാവരും ജയിക്കില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി പറയണം. നമുക്ക് ഈ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷത്തിരുത്താനാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്, അങ്ങനെ പറഞ്ഞാൽ പോരെ. അല്ലാതെ കോൺഗ്രസ് അങ്ങനെ മറിച്ച്, കോൺഗ്രസ് ഇങ്ങനെ മറിച്ച്, BJP അങ്ങനെ കൊടുത്ത്, BJP ഇങ്ങനെ കൊടുത്ത് പറയരുത്. അതായത് വർഗീയതയെ വളർത്തുന്നത് ആരാണ്? കഴിഞ്ഞ ഈ 5 വർഷമായിട്ട് വർഗീയത വളർത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷമാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തെല്ലാം വർഗീയതയാണ് ചീറ്റുന്നത്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറ്റി എന്തെല്ലാം തോന്നിയാസമാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ആ മനുഷ്യനെ പിന്നെ കൊണ്ടുവന്ന് സ്റ്റേറ്റ് കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിലിരുത്തി കൊണ്ടുവന്ന് പൊന്നാട അണിയിക്കുന്നു പറഞ്ഞാൽ അതിൽ പരം ലജ്ജാഹങ്കാരൊന്നുണ്ട്. ഒരു വോട്ടിന് വേണ്ടി ഇങ്ങനെയൊന്നും ഒരു ജനാധിപത്യ മതേതരത്വ പാർട്ടികൾ ചെയ്യാൻ പാടില്ല. നേരത്തെ ആരും അങ്ങനെ ചെയ്യില്ലായിരുന്നു, ഭയമില്ലാതിരുന്ന്. ഈ പിന്നെ അരമനകൾ കയറി ഇറങ്ങിയായിരുന്നാലും, പിന്നെ മുസ്ലിം നേതാക്കന്മാരെ വീട്ടിൽ കയറി ഇറങ്ങിയായിരുന്നാലും, ഈ അല്ലാതെ ബാക്കിയുള്ള ഈഴവ നായർ നേതാക്കന്മാരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന അതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ അങ്ങനെ പോയിട്ടില്ല. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മുദ്രാവാക്യം എല്ലാവർക്കും എതിരായിട്ട് വിളിക്കുകയാണ്.
ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം എന്ന് വിളിക്കുക എന്ന് ഇവരെയൊക്കെ ആട്ടി പുറത്താക്കുമായിരുന്നു. ഇന്ന് എന്ത് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നത്? ഭയമാണ്. അങ്ങനെ ഭയക്കരുത്. കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഇവരെ നമ്മൾ ഈ മതകാര്യങ്ങൾക്ക് മതകാര്യം വേറെ, ഇലക്ഷനും ജനാധിപത്യവും മതേതരത്വവും രാഷ്ട്രീയവും എന്ന് പറയുന്നത് അത് വേറെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇലക്ഷനെ നേരിടേണ്ടത്. അല്ലാതെ വർഗീയത പറഞ്ഞ്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ച് അല്ല വിജയിക്കേണ്ടത് ആശയം പറഞ്ഞാണ്. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വികസന പ്രവർത്തനങ്ങൾക്ക്, ജനങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത്. അല്ലാതെ മതം പറഞ്ഞല്ല. ഇങ്ങനെ ഈ വെള്ളാപ്പള്ളി നടേശൻ അവൻ എന്ന് പറയുന്ന ഒരു കള്ളുകുടിയനാണ്. പിന്നെ കള്ള് കച്ചവടമാണ് അവന്റെ ജോലി. ഈഴവ സമുദായത്തിന് അവനെ കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അയാളെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഴിയിരുത്ത. അതായത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അടൂർ പ്രകാശനെ ഇറക്കി കോൺഗ്രസും UDF-ഉം ഈ വെള്ളാപ്പള്ളിയെ വീട്ടിയിരുത്തണം. അടൂർ പ്രകാശും തിരുവനന്തപുരത്ത് നമ്മുടെ മദ്യ വ്യാപാരി ഉണ്ടല്ലോ, അവരും ഇദ്ദേഹത്തിന്റെ ബന്ധു അയാളും കൂടെ ചേർന്ന് രമേശൻ കോൺട്രാക്ടറുടെ മകൻ ബൈജു ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, ബിജു രമേശ്, ഇവര് ചേർന്നിട്ട് ഗോകുലം ഗോപാലനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളിയെ വീട്ടിയിരുത്താൻ നോക്കും. വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈഴവ സമുദായത്തിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. കോളേജ് കിട്ടുന്നില്ല, പിന്നെ മെഡിക്കൽ കോളേജ് കിട്ടുന്നില്ല, എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടുന്നില്ല, പരാതി പറയുന്നത്. അയാൾക്ക്, അയാളുടെ ഭാര്യയ്ക്ക്, അയാളുടെ അളിയന്, അയാളുടെ മകന്, അയാളുടെ ബന്ധുക്കൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതേസമയം ഈ SN ട്രസ്റ്റിനോ SNDPക്കോ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിയാണ് ഭരിക്കുന്നത്. പിണറായി നല്ല 1ാം ക്ലാസ് ഈഴവനാണ്. ഇവര് തമ്മിൽ വലിയ ദോസ്തുക്കളാണ്. നവോത്ഥാന നായകനാക്കി കൊണ്ടു നടക്കുകയാണ് വെള്ളാപ്പള്ളിയെ. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് ചുമ്മാ പറയുന്നതല്ലേ. അപ്പൊ അത് ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അവർ തിരസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. അതല്ലാതെ ഈ വെള്ളാപ്പള്ളിക്ക് ഈഴവ സമുദായത്തോടും അതിലുള്ള പാവപ്പെട്ടവരോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളിയെ SNDP-നെ നാണം കെടുത്തി പടിയിറക്കി പിണ്ടം വയ്ക്കണം. അതിന് അടൂർ പ്രകാശിന്റെ നേതൃത്വത്തില് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈഴവ സമുദായത്തിൽ നല്ല വിദ്യാഭ്യാസവും വിവരവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള നല്ല ആൾക്കാരുണ്ട്. അവര് SN ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരാനായിട്ട് നിങ്ങളെല്ലാം പിന്നെ പ്രതിജ്ഞ എടുക്കണം. എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം. വെള്ളാപ്പള്ളിയെ പോലെ കള്ളും വ്യവസായം, അതായത് ഒരു തലമുറയെ നശിപ്പിക്കുകയാണ് കള്ള് കൊടുത്ത്. പലിശയ്ക്ക് പൈസ വാങ്ങിച്ച്, അതായത് പലിശയ്ക്ക് പണം കൊടുക്കും. ഈ കള്ള് വ്യവസായം ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എവിടെ നിന്ന് കിട്ടുന്ന പൈസ? അപ്പോ ഇയാള് മകന BJP-യുടെ കൂടെ വിട്ട്, തന്ത പിണറായിയുടെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് രണ്ട് ഒരു വള്ളത്തിൽ ഒരു വെള്ളത്തിൽ ഒരു കാലും അടുത്ത വെള്ളത്തിൽ മറ്റൊരു കാലും അങ്ങനെ വെച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഉള്ളവരാ യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. ഇവർ വഞ്ചകരാണ്, ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നവരാണ്. ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് സമുദായങ്ങളായിട്ട് തന്നെ നിലനിൽക്കട്ടെ. അവരവരുടെ സമുദായ കാര്യങ്ങള് മക്കളെ പഠിപ്പിക്കണം. പിന്നെ ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കണം. മുസ്ലിങ്ങൾ ഇസ്ലാമിക ദർശനങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കണം. ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തെ പറ്റി മക്കളെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് തന്നെ, അതായത് ഇന്ന മതക്കാരായിട്ട് തന്നെ നിങ്ങൾ വളർത്തണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം. നിങ്ങൾ പെൺകുട്ടികളെടുത്തായിരുന്നാലും ആൺകുട്ടികൾ, നിങ്ങൾ കഴിയുന്നത്ര വിവാഹം കഴിക്കുന്നത് അവരവരുടെ സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കണം. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, ലവ് ജിഹാദ് എന്നും മറ്റേ ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ചുമ്മാ മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല. അവരവരെ മക്കളെ അവരവർ പറഞ്ഞ് മനസ്സിലാക്കിയ പോലെ നിങ്ങൾ കഴിയുന്നത്ര പിന്നെ ഹിന്ദുക്കൾ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ശ്രമിക്കുക. ക്രിസ്ത്യാനികളെ പിന്നെ പ്രേമിച്ച് വിവാഹം കഴിക്കുക. മുസ്ലിങ്ങൾ കൂടുതലായിട്ട് പോലെ. എന്നിരുന്നാലും പക്ഷേ RSS സംഘപരിവാറുകാർക്ക് അങ്ങനെ ഒരു അജണ്ടയുണ്ട്. കഴിയുന്നത്ര മുസ്ലിങ്ങളെ പിന്നെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കി കൊണ്ടുവന്ന്, കാര്യം പല നേതാക്കന്മാരും ഇങ്ങനെ പറയുന്നുണ്ട്, മുസ്ലിം ശരീരങ്ങൾ കൊണ്ടുപോവാ, നിങ്ങൾക്ക് ജോലി തരാം. അപ്പോൾ അങ്ങനത്തെ തെണ്ടിത്തരം പറയുന്ന ഈ പച്ച വർഗീയത പറയുന്ന മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരാ പുതിയ ബില്ല് കർണാടകയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ രീതിയിലുള്ള ബില്ല് കേരളത്തിൽ കൊണ്ടുവരണം.
എന്തുകൊണ്ട് ഭയക്കുന്നു? അതേപോലെ ബില്ല് കൊണ്ടുവന്ന് അത് പാസാക്കിയെടുത്ത് ശിക്ഷ കൊടുക്കണം. അത് നിയമ സംവിധാനം ഉണ്ടാക്കണം. അത് ഗവൺമെന്റിന്റെ കടമയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. നമ്മളെ നാട് ഛിന്ന ഭിന്നമാവും. അയൽവക്കക്കാരന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ക്രിസ്മസും ഓണവും പെരുന്നാളും എല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്നവരാണ്. നമ്മൾ പരസ്പരം സഹകരിക്കുന്നവരാണ്. പരസ്പരം അവരവരുടെ വീടുകളിൽ മറ്റവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന ആഹാരം കഴിപ്പിക്കുന്നവരാണ്. അപ്പൊ അത് ലോക അവസാനം വരെ അത് നിലനിൽക്കണം. ജാതിയും മതവും രാഷ്ട്രീയവും എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഈ ഉള്ളി സുരേന്ദ്രനായിരുന്നാലും, വിഷകലയായിരുന്നാലും, വെള്ളാപ്പള്ളി നടേശനായിരുന്നാലും, ഒട്ടകം ഗോപാലകൃഷ്ണനായിരുന്നാലും, TG മോഹൻദാസ് ആയിരുന്നാലും, അങ്ങനെയുള്ള പോലെ ഒരു പണിക്കരുണ്ട്, ന്യായീകരണ തൊഴിലാളി. അവൻ പറഞ്ഞ നിഷ്പക്ഷനാണെന്നാണ്. ചുമ്മാണ്, കള്ളമാണ്. അതൊന്നും നിഷ്പക്ഷനൊന്നുമല്ല. ഇങ്ങനെയുള്ള വിഷയ ജന്തുക്കളുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയായാലും ശരി, ഇവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവരെല്ലാം ജയിലിലിടണം. ജയിലിലിടുമ്പോൾ അവിടെ കിടന്ന് പഠിച്ചോളാം. പണ്ട് പിന്നെ സവർക്കർ എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇത് ചെയ്തില്ലേ, അതുപോലെ ഗോവാൽക്കറും മറിച്ചതും. അപ്പൊ ഇങ്ങനെയുള്ള സംഘപരിവാറുകാർ ചെയ്തിട്ടുള്ള ആ ചെയ്തികൾക്ക് ഇംഗ്ലീഷുകാരുടെ നിയമം ഇവിടെ നിയമമാണ് ആയിരുന്നു. അപ്പൊ അവരെ ഭയവുമായിരുന്നു. അതുകൊണ്ട് മാപ്പെടുത്തി കൊടുത്തു. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം. ഇവരെല്ലാം ജയിലിനുള്ളിലാക്കണം. അപ്പോഴേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയാണെങ്കിലേ ഈ മതേതരത്വവും ഇവിടെയുള്ള ജനാധിപത്യവും നിലനിൽക്കൂ. ജനങ്ങള് സന്തോഷത്തോടെ, സൗഹൃദത്തോടെ, വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ കഴിയൂ. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രമിക്കണം. എങ്ങനെയുള്ള വിഷജന്തുക്കളെ നമ്മൾ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ. ആരെങ്കിലും ജയിക്കട്ടെ, ജനാധിപത്യത്തിൽ ജയിക്കട്ടെ, മതേതരത്വം പറഞ്ഞ ആളുകൾ ജയിക്കട്ടെ. ജനാധിപത്യവും മതേതരത്വവും ഇവിടെ വിജയിക്കണം. അതിനിവിടെയുള്ള ഈ വർഗീയ ശക്തികളെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ ജനങ്ങളുടെ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ ഈ വർഗീയത അല്ലാതായി പോവും. നമ്മളിപ്പോ കാണുന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു സൈസ് ക്യാൻസർ രോഗം പോലെയായിരുന്നു RSS എന്നൊക്കെ പറയുന്നത്. മോശമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ സ്വീകാര്യമായി വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജനാധിപത്യത്തിന്റെ, മതേതരത്തിന്റെ കാവൽക്കാരായി കേരള ജനത മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.